റെസിപ്രോക്കൽ താരിഫുകൾ, കൂട്ട പിരിച്ചുവിടൽ, ഭീഷണികൾ, ഗർഭഛിദ്ര വിലക്ക്, നാടുകടത്തൽ, അങ്ങനെ എന്തൊക്കെ. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ അല്ല, ഇപ്പോൾ മുഴങ്ങുന്നത് ഹാൻഡ്സ് ഓഫ് എന്നാണ്. ട്രംപിന്റെയും മസ്കിന്റെയും അധികാര കയ്യേറ്റത്തിനെതിരെ ഇന്ന് അമേരിക്കക്കാർ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. അതും ലക്ഷക്കണക്കിന് പേർ തെരുവുകളിലിറങ്ങി പ്രതിഷേധിക്കുന്നു. അങ്ങനെ സർക്കാരിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ഭ്രാന്താണ് ട്രംപ് കാണിക്കുന്നതെന്നും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകത്തെ തള്ളിവിടുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഫെഡറൽ നികുതി വെട്ടിക്കുറവുകൾ, കോർപ്പറേറ്റ് സ്വാധീനം, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴിലുള്ള സർക്കാരിൽ ഇലോൺ മസ്കിന്റെ വർദ്ധിച്ചുവരുന്ന പങ്ക് എന്നിവയ്ക്കെതിരെയാണ് പ്രതിഷേധം. വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, അലാസ്ക, ഹ്യൂസ്റ്റൺ, ഫ്ലോറിഡ, കൊളറാഡോ, ലോസ് ഏഞ്ചൽസ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ ഉൾപ്പെടെയുള്ള യുഎസിന്റെ 50 സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നു. രാജ്യത്താകമാനം 1200 കേന്ദ്രങ്ങളിലായി പ്രതിഷേധങ്ങൾ അരങ്ങേറി. പൗരാവകാശ പ്രവർത്തകർ, കാലാവസ്ഥാ പ്രചാരകർ, തൊഴിലാളി യൂണിയനുകൾ, LGBTQ+, അഭിഭാഷകർ, തിരഞ്ഞെടുപ്പ് പ്രവർത്തകർ എന്നിവരുൾപ്പെടെ ഏകദേശം 200 സംഘടനകളുടെ പിന്തുണയോടെ നടന്ന പ്രതിഷേധം ജനുവരിയിൽ അധികാരത്തിൽ വന്ന ശേഷം ട്രംപിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ ഏകോപിത പ്രകടനമാണിത്. 5 ലക്ഷത്തോളം പേർ സമരത്തിൽ പങ്കെടുത്തെന്നാണ് കണക്കുകൾ. പ്രതിഷേധത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇങ്ങനെ പറയുന്നു: ദിസ് ഇസ് നോട്ട് ജസ്റ്റ് കറപ്ഷൻ, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് മിസ്മാനേജ്മെന്റ്, ദിസ് ഇസ് എ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ. ഇത് വെറും അഴിമതിയല്ല, ഇത് വെറും ദുർഭരണമല്ല, ഇത് ശത്രുതാപരമായ ഏറ്റെടുക്കലാണ്. ഫെഡറൽ ഗവൺമെന്റിന്റെ ടെസ്ല മേധാവി ഇലോൺ മസ്കിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിനും പ്രതിഷേധം ഊന്നൽ നൽകി. പ്രത്യേകിച്ചും ഫെഡറൽ വകുപ്പുകളിലുടനീളം വിപുലമായ ചെലവ് ചുരുക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഏജൻസിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിലെ മസ്കിന്റെ ഉപദേശക പങ്ക് 23 ലക്ഷം ഫെഡറൽ തൊഴിലാളികളിൽ നിന്ന് 2 ലക്ഷത്തിലധികം പേരെ ഒഴിവാക്കി. വ്യാപകമായ പിരിച്ചുവിടലുകൾക്കും അവശ്യ പൊതുസേവനങ്ങളിൽ കുറവ് വരുന്നതിനും ഈ വകുപ്പ് ഉത്തരവാദിയാണെന്ന് വിമർശകർ വാദിക്കുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ടെസ്ലയുടെ അമേരിക്കയിലുള്ള ഡീലർഷിപ്പുകൾക്ക് മുന്നിലും പ്രകടനങ്ങൾ അരങ്ങേറി. യുഎസിന് പുറമെ യൂറോപ്പിലും ടെസ്ല ഷോറൂമുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചിരുന്നു. വിർച്വൽ ഡി എസ്കലേഷൻ പരിശീലനവും ഇൻഫർമേഷൻ സെഷനും ഉൾപ്പെടെ പ്രതിഷേധ ശ്രമത്തിന് മുന്നോടിയായി നിരവധി തയ്യാറെടുപ്പ് പരിപാടികൾ നടന്നു. 35,000-ഓളം പേർ ഓൺലൈനായി ഇവയിൽ പങ്കെടുത്തിരുന്നു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് വിവരം. ഗവൺമെന്റിന്റെ വലുപ്പം കുറയ്ക്കാനും പല നയങ്ങൾ അടിച്ചേൽപ്പിക്കാനും അതിർത്തികളിലും വ്യാപാരത്തിലുമൊക്കെ സൗഹൃദ രാജ്യങ്ങൾക്കുമേൽ പോലും കടുത്ത സമ്മർദ്ദം ചെലുത്താനും ഓഹരി വിപണികൾ ഇടിയാനും ട്രംപ് നീക്കങ്ങൾ നടത്തി നിരവധി അമേരിക്കക്കാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും സംഭവം ഉണ്ടായിട്ടും ട്രംപിന് ഒരു കുലുക്കവുമില്ല. പ്രതിഷേധത്തെ തള്ളിക്കളയുകയാണെന്ന് വൈറ്റ് ഹൗസും പ്രതികരിച്ചു. തന്റെ നയങ്ങളിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ട്രംപും ആവർത്തിക്കുന്നു.